ധൂർത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേരള സർക്കാരിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ആശാവർക്കർമാർ സമരം നടത്തുന്നുണ്ടല്ലോ, അവരിപ്പോൾ പണിമുടക്കിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം ഇത്രയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടും ഒരു വശത്ത് വലിയ തോതിൽ ധൂർത്ത് തുടരുമ്പോഴും തങ്ങളുടെ തുച്ഛമായ വേതന വർധനയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലും കണ്ടില്ലെന്ന് ആശാവർക്കർമാർ എന്ന സർക്കാർ മറന്നു പോവുകയാണ്. കോവിഡ് കാലം ഓർക്കണം. കോവിഡ് കാലം നമ്മൾ ഓർക്കണം. ഓരോ വീട്ടിലും കോവിഡ് എന്താണെന്ന് ശരിക്കും തിരിച്ചറിയും മുൻപേ അവർ എത്തുകയാണ്. ഒരു മാസ്കിന്റെ മാത്രം പിൻബലത്തിൽ അവർ വരുന്നു, മരുന്ന് തരുന്നു, ഭക്ഷണം പോലും എത്തിക്കാൻ അവരുടെ വീടുകളിൽ പാചകം ചെയ്ത ഭക്ഷണം പോലും എത്തിക്കുന്നു. അതായത് കോവിഡ് കാലത്ത് സർക്കാർ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അത് ചെയ്തുവെന്ന് പ്രചരിപ്പിക്കുന്നവരും അവരായിരുന്നു. ആ ആശാവർക്കർമാർ അതിലേറെ പേര് ഇടത് സ്വഭാവമുള്ളവരാണ് കേട്ടോ. ആ ആശാവർക്കർമാരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവരുടെ ശരിയായ ആവശ്യങ്ങൾ, ആനുകൂല്യങ്ങൾ വേണമെന്ന ആവശ്യങ്ങൾ അവർ അപ്പാടെ നിരസിക്കുന്നു, കണ്ടില്ലെന്ന് നടിക്കുന്നു. അവർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പിന്നോട്ടില്ല. അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ് ഇപ്പോഴും. അതായത് അത്തരക്കാരെ പോലും, അതായത് അടിസ്ഥാനപരമായി സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ആണവർ. അവരെ പോലും അവഗണിക്കുന്ന. ഇന്നലെയും കൂടി ആരോഗ്യമന്ത്രി ആവർത്തിച്ചു അവർക്ക് മാന്യമായ വേതനമാണ് ഇപ്പോൾ തന്നെ ലഭിക്കുന്നതെന്ന്. പിന്നെ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെക്രട്ടറിയുടെ നടയിൽ പോയി ഇങ്ങനെ വെയിലും മഴയും ഒക്കെ കൊണ്ടിരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വേതന വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ അവർക്കുണ്ട്. അതെല്ലാം ഉന്നയിച്ചുള്ള അവരുടെ സമരം അവർ കൂടുതൽ ശക്തമാക്കുകയാണ്. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാരെ ഉൾപ്പെടുത്തിയാണ് ഈ മഹാസംഗമം നടത്തുന്നത്. എസ് ശാലിനി ചേരുന്ന വിവരങ്ങളുമായിരുന്നു. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇവർ പണിമുടക്കിലേക്ക് പോകുമെന്ന വാർത്ത കൂടിയാണ് ഒടുവിൽ കേട്ടത്. ഇത്രയും ദിവസം അവർ പണിമുടക്കാതെ ഓരോരോ ഗ്രൂപ്പുകളായി വന്നിങ്ങനെ ഈ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു മഹാസംഗമത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരുടെ പണിമുടക്കും. അങ്ങനെ പണിമുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവും. സർക്കാരിന് മനസ്സിലായില്ല എങ്കിൽ പോലും. ശാലിനി, വിവരങ്ങൾ എന്താണ്? വീണ കൃഷ്ണരാജ, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിലും നമുക്കൊപ്പമുള്ള ചില ആളുകളുടെ വളരെ നഷ്ടപ്പെട്ട ദിവസങ്ങൾ, അവരുടെ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങൾ, ആശങ്കാജനകമായ സങ്കീർണതയിലൂടെ കടന്നു പോകുന്ന ഒരു അതിജീവനത്തിന്റെ സമരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർ ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡിൽ കാണുന്നത് പോലെ തന്നെയാണ് അതിജീവനത്തിന്റെ സമരമാണ് കഴിഞ്ഞ 12 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ആശാവർക്കർമാർ നടത്തുന്നത്. കഴിഞ്ഞ 12 ദിവസമായി പല വിഭാഗങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഗ്രൂപ്പുകളായി ആളുകൾ എത്തി ഇവിടെ സമരം നടത്തിയിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അവരുടെ തുച്ഛമായ ആവശ്യങ്ങൾ, നിസ്സാരമായ ചില ആവശ്യങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 12 ദിവസമായി അവർ ഈ രാപ്പകൽ ഉണ്ണാതെ ഉറങ്ങാതെയൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമക്കളെയും ഒക്കെ വീട്ടിൽ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഈ സമരം നടത്തുന്നത്. കാരണം അത്രയധികം കഷ്ടപ്പാടുണ്ട്. കഴിഞ്ഞ 18 വർഷത്തിലധികമായി ജോലി ചെയ്ത ആശാവർക്കർമാർ പോലും കടത്തിലും ദുരിതത്തിലും അസുഖങ്ങളിലുമായി വീടുകളിൽ കഴിയേണ്ട സാഹചര്യം. അതിനിടയിലാണ് ചർച്ചയടക്കം വേണമെന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം, സർവീസിൽ നിന്ന് അവസാനം പോകുമ്പോൾ അവർക്കൊരു 5 ലക്ഷം രൂപ അവർക്കൊരു കരുതലായി സർക്കാർ നൽകണമെന്നുള്ള നിസ്സാര ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചത്. ഈ സമരം നടക്കുമ്പോൾ തന്നെയാണ് PSC അംഗങ്ങളുടെ ശമ്പളമടക്കം, PSC ചെയർമാന്റെ ശമ്പളമടക്കം കുത്തനെ കൂട്ടിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവും ശുപാർശയും ഒക്കെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാപ്പകൽ സമരമാണ്. രാവിലെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. അവർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതിരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തി സമരം നടത്തുന്ന ആശാവർക്കർമാർ ചേരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ സമരം നടത്തി, മന്ത്രിയെ കാണാൻ ശ്രമം നടത്തി, ചർച്ചകൾ നടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോഴൊന്നും അവരെ കേൾക്കാനോ അവരുടെ കാര്യങ്ങൾ അറിയാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വീണയും കൃഷ്ണരാജും സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണ കാലത്താണ് ഒരുപക്ഷെ ആശാവർക്കർമാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി. ഇതൊരു മാസ്കിന്റെ മാത്രം ബലത്തിൽ വീടുകൾ കയറിയിറങ്ങി കൊറോണ എന്ന രോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തി ഓരോ ആളുകൾക്കും ഭക്ഷണം മാത്രമല്ല മരുന്നുമൊക്കെ കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തിച്ച സാധാരണപ്പെട്ട വീട്ടമ്മമാരാണ്. അവർ ചോദിക്കുന്നത് നിസ്സാരമായ അവരുടെ ശമ്പള വർധനവാണ്, കുടിശ്ശികയായി കിടക്കുന്ന, മുടങ്ങിക്കിടക്കുന്ന അവരുടെ ശമ്പളമാണ്. അതൊക്കെ കൈകളിലേക്ക് കിട്ടാതെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിന് ഉപരി പണി മുടക്കിക്കൊണ്ടൊരു സമരത്തിലേക്ക് ആശാവർക്കർമാർ കിടക്കുമ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല സ്തംഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പാലിയേറ്റീവ് രോഗികളുണ്ട്, ഒപ്പം തന്നെ വിവിധ ആശുപത്രികളിലും വീടുകളിലും ഒക്കെ ചികിത്സ തേടി കിടക്കുന്ന രോഗികളുണ്ട്. അവർക്കൊക്കെ ഒരു സഹായമായി എത്തുന്ന ആശാവർക്കർമാർ ഇന്നു മുതൽ ഒരുപക്ഷെ പണി മുടക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ്. കാരണം നിസ്സാരമായ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക മാത്രമാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അവരെ കേൾക്കാത്ത, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ
സർക്കാരിനെതിരെയാണ് ഈ 12ാം ദിവസവും സമരം. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം, കാരണം എന്തുകൊണ്ട് ഈ 12 ദിവസം കഴിഞ്ഞിട്ടും അവരെ സർക്കാർ കേൾക്കുന്നില്ല എന്നുള്ളത്. മേഡം, 12 ദിവസമായി ഇന്ന് സമരം. നിങ്ങളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. എന്താണ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്ത പരിപാടി? അവർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക, നമ്മളെ ആവശ്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ജോലികൾ അത് അവസാനിപ്പിക്കുക. നമ്മളെ ജോലി ഒരു പരിമിതമായ ജോലി ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. ഇതെല്ലാം അടിച്ചേൽപ്പിച്ച് ചെയ്യുന്ന രീതിയിൽ അടിമകളെ പോലെ നമ്മളെ പണി ചെയ്യുന്നു. പക്ഷേ നമുക്കുള്ളതിനുള്ള വേതനമില്ല. അല്ലെങ്കിൽ നമ്മളെ അറിയപ്പെടുന്നത് തന്നെ നേരത്തെ വർഷങ്ങളോളം ചെയ്തെങ്കിലും കൊറോണ ആയ സമയത്താണ് നമ്മൾ അറിയപ്പെട്ടത്. അപ്പം ലോകാരോഗ്യ സംഘടന വരെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ നമ്മളെ ഇതുവരെ അതിനുള്ളൊരിത് ചെയ്തു തരുന്നില്ല. നമ്മളൊക്കെ അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള വേതനമോ അർഹമായ ആനുകൂല്യങ്ങളോ ഇല്ല. അപ്പം അത് കിട്ടും വരെയും നമ്മൾ ഈ സമരപ്പന്തലിലിരിക്കും. ഞങ്ങൾ ഇന്നലെ മുതൽ അനിശ്ചിതകാല സമരം. അപ്പോൾ അത് അവരിനി നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കും, നമ്മളെ കാര്യങ്ങൾ നേടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതുവരെ ഞങ്ങളെ കാര്യങ്ങൾ ആക്കി തരും വരെയും ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ദിവസങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഈ സമരം നടക്കുന്ന കാലയളവിൽ തന്നെയാണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുക്കുന്നു. നിങ്ങളെ അവഗണിക്കുന്നു എന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അവഗണിക്കുന്നത് കൊണ്ടാണല്ലോ അവരെ ചോദിക്കുക പോലും ചെയ്യാതെ അവർക്ക് കൂട്ടിക്കൊടുത്ത്. ഞങ്ങൾ ഈ 12 ദിവസം ഇവിടെ കിടന്ന് ഈ പൊരുവെയിലത്ത് ചോദിക്കുന്നത്, വിളിക്കുക, ഞങ്ങൾക്ക് ഒരു രൂപ കൂട്ടി തരാമെന്ന് പോലും പറയാത്തത് നമ്മൾ അവഗണിക്കണോണ്ടാണല്ലോ. ഇതിലപ്പുറം കൂടുതൽ തെളിവിന് എന്ത് വേണം? പ്രതീക്ഷയുണ്ടോ ചേച്ചി ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കും? പ്രതീക്ഷയുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നത്? എത്ര നാളായി ആശാവർക്കറായി ജോലി? 2007 എന്തെങ്കിലും ഗുണമുണ്ടോ ഇത്രയും നാൾ ഇതിന്റെ ഒപ്പം നടന്നു? പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടി തന്നെ നമ്മളെ വീട്ടില് ഈ സമരം കഴിഞ്ഞ് ചെന്നാലും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ജോലികളാണ്. ജോലികളാണ്. പ്രതികാര നടപടി ഉണ്ടാകുമെന്നൊക്കെ പേടിയുണ്ടോ? ഇല്ല. ശൈലി തന്നപ്പോൾ വിചാരിച്ചു ഒരു ശൈലി കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അതില്ല. അടുത്ത് രണ്ടാമത്തെ ശൈലി ചെയ്തപ്പോഴും തീരുന്നില്ല. അതിനൊരു പൈസയില്ല. അവർ പറയണേ നിങ്ങൾ ഇനി സ്ക്രീനിങ് കൂടെ ചെയ്താലേ നിങ്ങൾക്കത് പറ്റുള്ളൂ. ഞങ്ങൾ ജനിച്ചിട്ട് പറ എഴുതി പഠിച്ചാൽ ഞങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കണം എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആരെ കൊണ്ടെങ്കിലൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇരട്ടി ജോലി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ തലയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെളിവില്ലാത്തൊരു ജീവിതം വേണമെന്നെങ്കിൽ പറയാം ഈ ജോലി ഇതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു മിതമായ ഒരിത് വേണം, ചെയ്യുന്നതിന് അർഹമായ വേതനം വേണം. പിന്നെ ഞങ്ങൾ റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ മക്കളുടെ അടുത്ത് നിന്ന് ഒരു പൈസ ഇല്ലാത്ത കിടക്കാൻ പറ്റുക. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണം, പെൻഷനും വേണം. അത് കിട്ടും വരെയും ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പെൻഷൻ കിട്ടുക, അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കിട്ടുക, മുടങ്ങിക്കിടക്കുന്ന ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തിക്കുക. അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ സമരസമിതിയും സമരക്കാരും PSC അംഗങ്ങളുടെ ശമ്പളം വാരിക്കോരി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ KV തോമസ് ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. 5 ലക്ഷം യാത്രാബത്ത 11 ലക്ഷമാക്കി ഉയർത്താൻ തീരുമാനിക്കും. ഇരട്ടിയിലേറെ. ഇങ്ങനെ ചിലരെ മാത്രം പരിഗണിക്കുകയും അടിസ്ഥാന ജനവിഭാഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭൂഷണമാണോ എന്ന ചോദ്യം, അത് കമ്മ്യൂണിസം ഉണ്ടെങ്കിലല്ലേ എന്ന് തിരിച്ചു ചോദിക്കുമായിരിക്കും. ഏതായാലും ഈ സർക്കാരിൻ്റെ തീരുമാനം എന്താണ്? ധനമന്ത്രി എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ആർഭാടം ഇസിക്കൽ ടു പിണറായി സർക്കാർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ആപ്തവാക്യം. എന്തായാലും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരം നടക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ആശാ വർക്കർമാർ ഈ പൊരിവെയിലത്ത്, നമുക്കിപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ് തലസ്ഥാന ജില്ലയിലടക്കം എല്ലായിടത്തും. ആ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് കൈക്കുഞ്ഞുങ്ങളുമായി ഈ സെക്രട്ടേറിയറ്റിന് എനിക്ക് പിന്നിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ മെയിൻ ബ്ലോക്കിന് മുൻപിലാണ് ഇവരുടെ ഈ സമരം നടക്കുന്നത്. അവിടെ അവരെ കാണാനോ കേൾക്കാനോ സർക്കാരിന് കഴിയുന്നില്ല. അതേസമയം തന്നെയാണ് സർക്കാരിന്റെ പ്രതിനിധിയായി ഡൽഹിയിലുള്ള KV തോമസിന് 5 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷത്തിലധികം രൂപയിലേക്ക് അവരുടെ യാത്രാബദ്ധ കൂട്ടിക്കൊടുക്കുന്നു. ഒപ്പം തന്നെയാണ് PSC ചെയർമാന്റെ ശമ്പളം ജില്ലാ ജഡ്ജിക്ക് സമാനമായി ഉയർത്തിക്കൊടുക്കുന്നു. PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. അതേസമയം ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല, കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള പണം സർക്കാരിന്റെ ഖജനാവിലില്ല, സാധാരണപ്പെട്ട KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്നുള്ള ഒരു കാര്യം സമാനമായി തന്നെയാണ് എനിക്കൊപ്പമുള്ള ആശാ വർക്കർമാർ. അവരമ്മയാണ്, മകളാണ്, ഒപ്പം തന്നെ ഒരു വീടിന്റെ ഗൃഹനാഥയാണ്. അവരുടെ കുടുംബം പോറ്റാൻ പോലും കഴിവില്ലാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി എന്താണ് മാഡം സമരത്തിന്റെ അടുത്തൊരു രൂപം? സമരത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഇന്നലെ മുതൽ നമ്മൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. ഇന്നലെ ഇവിടെ വന്ന ആശാവർക്കർമാരെല്ലാം തിരിച്ചു പോയി അവരുടെ മെഡിക്കൽ ഓഫീസർമാർക്ക് നോട്ടീസ് കൊടുത്ത് ഇന്ന് മുതൽ അവരെല്ലാം തിരിച്ചെത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം എല്ലാം മുന്നോട്ട് പുറകോട്ട് പോകും. നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ വന്നത്. നമുക്കത് നേടിയെടുക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമ്മുടെ സർക്കാരിനോടല്ലേ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മുഖം തരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത് സർക്കാരാണ്. ഈ ഒരു സമരത്തിൻ്റെ കാലയളവിലാണ് KV തോമസിന് യാത്രാബദ്ധയായിട്ട് 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷത്തിലേക്ക് ശമ്പളം കൂട്ടി നൽകുന്നു. തൊട്ടു പിന്നാലെ PSC അംഗങ്ങൾക്കും ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം വർധനവ്. നിങ്ങളെ പരിഗണിക്കുന്നില്ല. ഇനിയും ഇവിടെ ഇരുന്നിട്ട് പ്രയോജനമുണ്ടോ എന്നൊരു ആശങ്ക മനസ്സിലുണ്ട്? ആശങ്കയില്ല ഞങ്ങൾക്ക്. ഇനി ഇരുന്നിട്ട് പ്രയോജനമുണ്ടോ എന്നൊരു ആശങ്കയുടെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ഇരുന്നത് വാങ്ങിക്കാനാണ്. വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റികളാണ് ഇപ്പം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം 232 രൂപ വേതനം വാങ്ങിക്കുന്നവൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കാനോ ആ വേതനം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു വിരമിക്കൽ ആനുകൂല്യം നൽകാവുന്നതോ സർക്കാരിൻ്റെ പ്രയോറിറ്റിയിലില്ല. വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവരുടെ കാര്യങ്ങളാണ് സർക്കാരിൻ്റെ അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ വർക്കർമാർ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാകാം അവരെ പരിഗണിക്കാത്തത് എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് സർക്കാരാണ്. ആ ഒരു പ്രതീക്ഷ അവർ കൈവിടുന്നില്ല. ഈ ഒരു മണിക്കൂറിലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് മുൻപിലായുള്ള നോർത്ത് ബ്ലോക്കിന് സമീപത്തായി സമരഗേറ്റിൽ അവർ ഈ സമരം തുടങ്ങുന്നത്. എന്തായാലും പ്രതീക്ഷയുടെ 12ാം ദിവസം അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇരുന്നത് നേടാനാണ്. നേടിയിട്ടേ എഴുന്നേൽക്കുന്നുള്ളൂ എന്നാണ്. മാത്രമല്ല സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ്? KV തോമസിന് ഇരട്ടിയാക്കുക, PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുക, ഇതൊക്കെയാണ് പ്രയോറിറ്റി. അല്ലാതെ 222 രൂപ മറ്റോ ദിവസം വേതനമായി വാങ്ങുന്ന ഞങ്ങൾക്ക് പരിഗണന എവിടെ എന്നൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി.